കേരളത്തിലെ ഏറ്റവും തണുപ്പ് കൂടിയ സ്ഥലം. അവിടെ കാടിനകത്തായിട്ട് ഒരു പുൽമേട്. ആ പുൽമേട്ടിൽ മനോഹരമായ സ്റ്റേയിലാണ് നമ്മളെന്നുള്ളത്. നമ്മുടെ ഈ സ്റ്റേയുടെ മുറ്റത്ത് ഇരുന്നുകൊണ്ട് തന്നെ അപ്പുറം പുൽമേട്ടിൽ മേയാൻ വരുന്ന കാട്ടുപോത്തുകളെയും മ്ലാവുകളെയും എല്ലാം കാണാനും സാധിക്കും. പിന്നെ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ നല്ലൊരു സൂര്യാസ്തമയവും കാണാം. തിരക്കുകളൊന്നുമില്ലാതെ നമുക്ക് ഈ കാടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ മനോഹരമായൊരു സൂര്യോദയവും കാണാൻ പറ്റും രാവിലെ. ഈ മലയണ്ണാനെ കണ്ടിട്ട് എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ? ഇത് കേരളത്തിലെ ചിന്നാർ വൈൽഡ് ലൈഫ് സെഞ്ചുറിയിൽ മാത്രമുള്ള ചാമ്പൽ മലയണ്ണാനാണ്. വംശനാശ ഭീഷണിയിലുള്ളൊരു ജീവി കൂടിയാണിത്. നമ്മൾ മൂന്നാറിനടുത്തുള്ള വട്ടവടയിലെ പഴത്തോട്ടം ലോഗ് ഹൗസിലാണുള്ളത്. ഒരു ഗവൺമെൻറ് സ്റ്റേ ആണ്, നമ്മുടെ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റേ ആണ്. ഇവിടെ നമുക്ക് ഒരു ലോഗ് ഹൗസും ഒരു എ ഫ്രെയിമും ഒരു ടെൻറ്റ് സ്റ്റേ ഒക്കെ ആയിട്ട് ഏകദേശം ഒരു 12 പേരെയോളം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ സ്റ്റേയിലാണ് ഞങ്ങളുള്ളത്. ഞങ്ങളെടുത്തത് ഇത് എൻ്റെ ഈ ബാക്കിൽ കാണുന്ന ഈ ഒരു ലോഗ് ഹൗസ് തന്നെയാണ്. അടിപൊളി ആംബിയൻസ് ആണ്. ശരിക്കും പറഞ്ഞാൽ കാടിൻ്റെ ഉള്ളിലെ ഒരു നല്ലൊരു പുൽമേട്, ആ പുൽമേടിൻ്റെ ഒത്ത നടുക്കാണ് നമ്മുടെ സ്റ്റേ ഇരിക്കുന്നത്. ആ സ്റ്റേയുടെ മുന്നിലായിട്ട് തന്നെ നമുക്ക് ഒരു പുൽമേട് കാണാൻ പറ്റും. ആ പുൽമേട്ടിൽ നേരെ നമ്മുടെ ഐവ്യൂവിൽ തന്നെ അവിടെ കാട്ടുപോത്തുകളും മ്ലാവുകളൊക്കെ വൈകിട്ട് തീറ്റ തിന്നാൻ മിക്കവാറും ദിവസങ്ങളിൽ വരാറുണ്ട്. പിന്നെ നല്ലൊരു ഗുഡ് ഫീലിംഗ് അറ്റ്മോസ്ഫിയർ തരുന്ന ഒരു സ്റ്റേ ആണ് കേട്ടോ. നമുക്ക് പിന്നെ ഇവിടുത്തെ തണുപ്പും ഇവിടുത്തെ കാറ്റും ഈ ഒരു വൈബും ഒക്കെ ആയിട്ട് അടിച്ച് പൊളിക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. നമ്മുടെ യാത്ര തുടങ്ങുന്നത് പാലക്കാട് നിന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉദുമൽപേട്ട് കൂടി ചിന്നാർ വൈൽഡ് ലൈഫ് സെഞ്ചുറി കൂടെ മറയൂർ കൂടിയിട്ടാണ് മൂന്നാർ ചെന്ന് വട്ടവടയ്ക്ക് പോകുന്നത്. നല്ലൊരു കാട്ടിൽ കൂടെയാണ് പോകുന്നത്. നമ്മൾ പോകുന്ന വഴി ആനമല ടൈഗർ റിസർവും ചിന്നാർ വൈൽഡ് ലൈഫ് സെഞ്ചുറിയും കവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല വൈൽഡ് ലൈഫ് പ്രസൻസിനും സാധ്യതയുണ്ട്. രാവിലെ ആയതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ പക്ഷികളുണ്ട് കേട്ടോ നമ്മൾ പോകുന്ന വഴിയിലുടനീളം. അപ്പോൾ നമുക്ക് ഇതാ സ്വപ്നതുല്യമായ ഒരു സൈറ്റിംഗ് ആണ് കിട്ടിയേക്കുന്നത്. ഇന്ത്യൻ പാരഡൈസ് ഫ്ലൈ ക്യാച്ചർ, മലയാളത്തിൽ നാഗമോഹൻ. ഫോട്ടോഗ്രാഫർമാരെല്ലാം തേടി നടക്കുന്നൊരു പക്ഷി കൂടിയാണിവൻ. സീസൺ അനുസരിച്ച് ഇന്ത്യയിൽ ഉടനീളം ചുറ്റി സഞ്ചരിക്കുന്ന ഒരു ദേശാടന പക്ഷി കൂടിയാണിവൻ. നമ്മുടെ മുന്നിലുള്ള ഈ വെള്ള പക്ഷിയിലെ ഇത് അവരുടെ ആൺപക്ഷികളാണ്. ഇപ്പോൾ ആൺപക്ഷിക്കാണ് ഇതേപോലെ നീളമുള്ള വാലൊക്കെ ഉള്ളത്. പെൺപക്ഷിയാണെങ്കിൽ പെൺപക്ഷികൾക്കും അതുപോലെ തന്നെ ചെറിയ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്കും അവർക്കൊരു ഓറഞ്ച് കളർന്നിട്ടുള്ള കളറായിരിക്കും. അങ്ങനെ ഇതാ നമ്മൾ തമിഴ്നാടിൻ്റെ അതിർത്തി കടന്ന് നമ്മൾ കേരളത്തിലേക്ക് കയറുവാണേ. ആനമല കഴിഞ്ഞ് ചിന്നാറിലോട്ട് കയറുവാണ്. രണ്ടും കാട് തന്നെയാണ്. പക്ഷേ കേരളത്തിലോട്ട് കയറുമ്പം കേരള രജിസ്ട്രേഷൻ അല്ലാത്ത വണ്ടികളൊക്കെ നല്ല രീതിയിൽ ചെക്ക് ചെയ്ത് തന്നെയാണ് കയറ്റി വിടുന്നത്. എന്തായാലും നമ്മുടെ വണ്ടി ചെക്കൊന്നും ചെയ്തില്ല, നേരെ കയറ്റി വിടുക ചെയ്തത്. ചിന്നാറിലോട്ട് കയറിയ പാടെ തന്നെ വെച്ചേക്കുന്ന ഫോട്ടോ ആരുടെയാണെന്ന് കണ്ടോ? ചാമ്പൽ മലയണ്ണാൻ. അത് നമുക്ക് ഈ ചിന്നാറിൽ വന്നാൽ മാത്രം കാണാൻ പറ്റുന്നൊരു ജീവിയാണേ. അപ്പോൾ അവനെ കാണാൻ പറ്റുക എന്നുള്ളൊരു വലിയ ഭാഗ്യം തന്നെയാണ്. നമുക്കെന്താണ് ചിന്നാറിലോട്ട് കയറി ആദ്യം തന്നെ കിട്ടിയത് ഗ്രീൻ ഇമ്പീരിയൽ പീജിയനാണ്. റെയറായിട്ട് കാണാൻ കിട്ടുന്നതാണ്. കാട്ടിലുള്ള വലിപ്പം കൂടിയ പ്രാവുകളാണ് ഇവരെ. നമുക്ക് കിട്ടിയതാകട്ടെ 2 ഇണപ്രാവുകൾ ഒന്നിച്ചിരുന്നിട്ട് കൊത്തിപ്പെറുക്കുന്ന കാഴ്ചയാണ് രാവിലെ തന്നെ കിട്ടിയേക്കുന്നത്. മനോഹരമായ കാഴ്ചയാണ്. ഇത്തിരി ഇല കൊണ്ടൊക്കെ മറഞ്ഞിട്ടാണെങ്കിൽ പോലും നമുക്ക് നല്ല രീതിയിൽ കാണാൻ കിട്ടുന്നുണ്ട്. ഈ ഗ്രീൻ ഇമ്പീരിയൽ പീജിനെയൊക്കെ നമുക്ക് ഇതേപോലെ കാട്ടിൽ വന്നാൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. നാട്ടുമ്പുറത്തേക്കൊന്നും വരുവല്ലാത്ത പ്രാവുകളാണിത്. അതും ഉയരം കൂടിയ മരങ്ങളിൽ മാത്രമേ അവർ ഇരിക്കാറുള്ളൂ. അങ്ങനെ നമ്മൾ ചിന്നാർ കാട് ഏകദേശം കഴിയാൻ പോകുമ്പോഴാണ് നമുക്ക് അപ്രതീക്ഷിതമായിട്ട് ഇവിടുത്തെ ഏറ്റവും പ്രാധാന്യം നിറഞ്ഞിട്ടുള്ള ചാമ്പൽ മലയണ്ണാനെ കിട്ടിയേക്കുന്നത് നമ്മുടെ മുന്നിൽ തന്നെ. വളരെയധികം സന്തോഷം നൽകിയൊരു സൈറ്റിംഗ് ആയിരുന്നു. IUCN റെഡ് ലിസ്റ്റിലുള്ളൊരു ജീവിയാണിത്. അതും നമുക്ക് കാണണമെങ്കിൽ ഈ ചിന്നാർ വന്നാൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ഇംഗ്ലീഷിൽ ഗ്രിസൽ ജെയിൻ സ്ക്വയൽ എന്നാണ് അറിയപ്പെടുന്നത്. ഇവരെ കാണണമെങ്കിൽ നമുക്ക് കേരളത്തിൽ ചിന്നാറും പിന്നെ തമിഴ്നാടിൻ്റെ കുറച്ച് പ്രദേശങ്ങളിലുമാണുള്ള ഇന്ത്യയിൽ, പിന്നെ ശ്രീലങ്കയിലുമുണ്ട്. അങ്ങനെ വളരെ ചുരുങ്ങിയ എണ്ണം മാത്രം ലോകത്തിൽ ബാക്കിയായിട്ടുള്ളൊരു മലയണ്ണാനാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇപ്പോൾ നമ്മൾ സാധാരണ കാണാറുള്ള മലബാർ ജെയിൻ സ്ക്വയറിൽ നിന്ന് കുറച്ച് കളറിൽ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ വലിപ്പവും അവരുടെ അത്രയും വലിപ്പമില്ല, ചെറിയ വലിപ്പക്കുറവുമുണ്ട്. അപ്പോൾ നിങ്ങളും ചിന്നാർ വൈൽഡ് ലൈഫ് സെഞ്ചുറി കൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകം ഓർത്തോളുക, ചാമ്പൽ മലയണ്ണാനെ കാണാനുള്ള പ്രത്യേക അവസരമാണ്. ഉയരമുള്ള മരങ്ങളിലൊക്കെ നോക്കി പോവുകയാണ്. ഇതുപോലുള്ള ലക്കി സൈറ്റിങ്സിനുള്ള ഒരു അവസരം ഉണ്ടാവും. ലൈഫ് ടൈം മെമ്മറി ആണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അങ്ങനെ നമ്മൾ ചിന്നാർ കടന്നത് മറയൂരിലോട്ട് കയറിയിട്ടാവുള്ള ചുറ്റിലും ചന്ദനക്കാടുകളാണ്. പെട്ടെന്നാണ് നമ്മുടെ വണ്ടിയുടെ മുന്നിൽ കൂടെ 2 മലയണ്ണാന്മാർ മലബാർ ജെയിൻ സ്ക്വയൽസ് ഓടി പാസ്സായത്. അപ്പോൾ നമ്മൾ ക്യാമറ ഓൺ ആക്കിയപ്പോഴത്തേക്ക് അവർ ഓടി കാട്ടി കയറി. 2 പേരും കൂടെ ഓടിക്കളിക്കലാണ് രാവിലെ തന്നെ. അപ്പോൾ നമ്മൾ മുന്നേ കണ്ട മലയണ്ണാനിൽ നിന്നുള്ള വ്യത്യാസം കണ്ടോ? ഇവരുടെ കളറിൽ നല്ല വ്യത്യാസമുണ്ട്, ഇത്തിരി വലിപ്പക്കൂടുതലുമുണ്ട്.
അങ്ങനെ നമ്മൾ മൂന്നാറും കഴിഞ്ഞതേ വട്ടവട റൂട്ടിലോട്ട് കയറിയിട്ടാണുള്ളത്. ഇതിപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നത് ഡിസംബർ അവസാന ആഴ്ച എടുത്ത ട്രിപ്പാണിത്. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പായി ഇപ്പോൾ തന്നെ. ഇപ്പോൾ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്ഥലങ്ങളിലെല്ലാം നല്ല രീതിയിലുള്ള തിരക്കുമുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ പാമ്പാടുംശോല നാഷണൽ പാർക്കിലേക്ക് കയറാൻ പോവുകയാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് വട്ടവടയുടെ ദൃശ്യഭംഗിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു എൻട്രൻസ് പോയിന്റിൽ റിപ്പോർട്ട് ചെയ്തിട്ട് വേണം ഉള്ളിലേക്ക് പോകാനായിട്ട് കേട്ടോ. ഈ റൂട്ടിലെ ഏറ്റവും ദൃശ്യഭംഗിയുള്ള സ്ഥലമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് ഈ പുൽമേടാണ്. പാമ്പാടുംശോല നാഷണൽ പാർക്കിന് ഉള്ളിലെ ഈ പുൽമേട്ടിൽ ഇവിടെ 3-4 സ്റ്റേ ഓപ്ഷൻസും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റേ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇവിടെ വന്ന് സ്റ്റേ ചെയ്താൽ ഒരുപാട് മൃഗങ്ങളെ കാണാം. പ്രത്യേകിച്ച് കാട്ടുപോത്തുകളെ 100% ഗ്യാരണ്ടിയാണ്. MunnarWildlife.com എന്നുള്ള സൈറ്റിൽ കയറിയിട്ട് വേണം ഇവിടുത്തെ സ്റ്റേ എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ പോകുന്ന വട്ടവടയിലുള്ള പഴത്തോട്ടം ലോഗോസും ബുക്ക് ചെയ്യേണ്ടത് ഈ സെയിം വെബ്സൈറ്റിൽ നിന്ന് തന്നെയാണ്. നമ്മളിപ്പോൾ കണ്ട പുൽമേടും കഴിഞ്ഞത് മുന്നോട്ട് പോകുമ്പോൾ ഈ ഗ്രാൻഡിസ് മരങ്ങൾ വഴിയുടെ ഇരു സൈഡിലും ഇങ്ങനെ ഇടതൂർന്ന് നിൽക്കുന്ന ഗ്രാൻഡിസ് മരങ്ങളും ഈ റൂട്ടിന് തന്നെ ഒരു പ്രത്യേകതയാണ്. വളരെ മനോഹരമായ ഒരു റൂട്ടാണിത്. ഇതാ നമ്മൾ വട്ടവട എത്തിയപ്പോഴത്തേക്ക് ഏകദേശം 2:30 കഴിഞ്ഞേ. നേരത്തേക്ക് ഒരുപ്പെട്ടടുത്തെല്ലാം ഊണ് കഴിഞ്ഞു. ഈ ഒരു ജനകീയ ഹോട്ടലിൽ നിന്നാണ് നമ്മൾ ഊണ് കഴിക്കാൻ പോകുന്നത്. അരുമ്പ്രോ കഴിച്ചു തുടങ്ങി. അരുമ്പ്രോ എങ്ങനെയുണ്ട് വട്ടവടയിലെ ലഞ്ച്? നമ്മളങ്ങനെ വട്ടവട എത്തി ഊണും കഴിഞ്ഞിട്ട് നമ്മൾ പഴത്തോട്ടം സ്റ്റേയിലേക്ക് പോകുന്ന വഴിക്ക് കണ്ടതാണ് സജി പെയോളി. നമ്മുടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ വട്ടവട അച്ചായൻ എന്നൊക്കെ പറഞ്ഞ് ഇൻസ്റ്റഗ്രാമിൽ വട്ടവടയുടെ ഏറ്റവും കൂടുതൽ പോസ്റ്റ് ചെയ്യുന്ന സജി ചേട്ടനെ ഇവിടെ വെച്ച് നമ്മൾ നേരിട്ട് കണ്ടുകിട്ടാൻ അവസരം ഉണ്ടായി. അടിപൊളിയാണ്. എന്റെ ചാനലൊക്കെ ഇനി ഫ്യൂച്ചറിൽ വരും, സപ്പോർട്ട് ചെയ്യണേ. നമ്മളങ്ങനെ സജി ചേട്ടനെ കണ്ടത് മുന്നോട്ടേക്ക് കുറച്ചുകൂടെ വന്നപ്പോഴത്തെ കാഴ്ചയാണേ. ഇവിടെ നിന്ന് ഏകദേശം 8 കിലോമീറ്ററോളം ദൂരമുണ്ട്. നോക്കിയേ ആ സൺലൈറ്റ് ഒക്കെ നോക്കി എന്നെ ഭംഗി നോക്കിയേ. അവിടെ ഒരു വെള്ളച്ചാട്ടമൊക്കെ കാണാനുണ്ട് കേട്ടോ. ഈ വട്ടവടയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതുപോലെ തട്ടായിട്ടുള്ള കൃഷി സ്ഥലങ്ങളാണ്. നമ്മൾ കുറച്ചും കൂടെ മുകളിലേക്ക് എത്തിയപ്പം താഴെ നമുക്ക് വട്ടവടയുടെ വ്യൂ കാണുന്ന നോക്കിയേ, എന്താ ഭംഗി നോക്കിയേ ആ ഗ്രാമങ്ങളൊക്കെ. നിങ്ങൾ പഴത്തോട്ടം ലോഗോസിലേക്ക് വരുമ്പം ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവുള്ള വണ്ടി കൊണ്ടൊക്കെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ചെടുത്ത് പോരും കേട്ടോ. പലയിടങ്ങളിലും അടി തട്ടാനുള്ള സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ ഒള്ളി പ്ലേസ് എന്നുള്ള ആ റിസോർട്ടിൻ്റെ അവിടെ വണ്ടി പാർക്ക് ചെയ്തു. അപ്പോൾ അടി തട്ടുന്ന വണ്ടികളാണെങ്കിൽ ഇങ്ങോട്ട് കയറി വരില്ല. ഇത്തിരി ക്ലിയറൻസ് ഉള്ള വണ്ടികൾ വേണം. ഒരു 1/2 കിലോമീറ്റർ മുകളിൽ നടക്കാനുണ്ട്. അപ്പോൾ നല്ല തണുപ്പായതുകൊണ്ട് ജാക്കറ്റൊക്കെ എടുത്തിട്ടു. പഴത്തോട്ടം ലോഗോസിലേക്കുള്ള ട്രക്കിംഗ് ആണ്. ഒരു 1.25 കിലോമീറ്റർ ഉണ്ട്. അങ്ങനെ നമ്മളിതാ ഈ റോട്ടിൽ നിന്ന് മാറിയിട്ട് ഇങ്ങോട്ടേക്ക് നടവഴിയിലേക്ക് കയറുവാണേ. ഇത്തിരി കയറ്റമാണ് ലോഗോസിലേക്ക് എത്താനായിട്ട്. അങ്ങനെ നമ്മൾ നടന്ന് കയറ്റം കയറി ഇതാ ലോഗോസ് അപ്പുറം കാണാതെ ചുറ്റും ഫെൻസിങ് ഉണ്ടേ നോക്കിയേ. അപ്പോൾ ലോഗോസിൽ നിന്ന് ഇതാണ് വ്യൂ. ഇവിടെയാണ് പോത്തുംകൂട്ടമൊക്കെ എപ്പോഴും വരുന്നത്. ആ കാട്ടിനുള്ളിൽ നിന്ന് വെളിയിലേക്ക് ചാടുവന്മാർ. അപ്പോൾ ഇതാ നോക്കിയാൽ നമ്മുടെ ലോഗോസിൻ്റെ മുന്നിൽ നിന്ന് കോടയിൽ ഇറങ്ങിയിട്ടുള്ളേ. അപ്പോൾ നമുക്ക് കയ്യോടെ നമ്മുടെ റൂമൊന്ന് കണ്ടു നോക്കിയാലോ. ഇപ്പോൾ പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ലോഗോസ് പഴത്തോട്ടം ലോഗോസ് ഫുള്ള് മരക്കൊമ്പുകൾ കൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഇതുണ്ടോ യൂക്കാലിയുടെ മരക്കമ്പുകളാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ റൂമിനുള്ളിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 സിംഗിൾ ബെഡ് കൊടുത്തിട്ടുണ്ട്. നോർമൽ ആയിട്ടുള്ളൊരു അക്കോമഡേഷനാണ്. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഇല്ല. ടോയ്ലറ്റ് കോമൺ ആയിട്ട് പുറത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ ബെഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മുടെ റൂമിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പുറത്തേക്ക് നോക്കിയാൽ കാണുന്ന വ്യൂ ഇങ്ങനെയാണ്. നോക്കിയേ പുൽമേട്. ആ പുൽമേട്ടിലൊക്കെ ആ കാട്ടിൽ നിന്ന് മിക്കവാറും ഈ വൈകുന്നേരങ്ങളിലൊക്കെ കാട്ടുപോത്തുകൾ ഇഷ്ടംപോലെ തീറ്റതിനായിട്ട് ഇറങ്ങി വരുന്നതാണ്. അപ്പം നമുക്ക് നോക്കാം നമുക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടോ എന്നുള്ളത്. നോക്കിയേ സന്ധ്യയായി തുടങ്ങിയേ. അത്യാവശ്യം നല്ല തണുപ്പായി. ആ പുൽമേട്ടിൽ പോത്തുംകൂട്ടം വരും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ പോത്തുംകൂട്ടത്തെ പ്രതീക്ഷിച്ച് കാട്ടികളെ പ്രതീക്ഷിച്ചതേ നമ്മളിവിടെ ഇരിക്കുകയാണ്. നല്ല വൈബാണ്. സൂര്യതയെ അസ്തമിച്ച് വരുന്നുണ്ട് ആ സൈഡിൽ കൂടെയൊക്കെ. നല്ല തണുപ്പും കുറച്ച് നേരം കോടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു വൈബൊക്കെ ആയിട്ട് പഴത്തോട്ടം ലോഗോസിലെ ഒരു ഈവനിങ്.
അങ്ങനെയാണ് പഴത്തോട്ടം ലോഗ് ഹൗസിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ. അപ്പോൾ എന്താണെന്ന് കിടിലൻ സ്റ്റേ ആണ് കേട്ടോ. എക്സ്ക്ലൂസീവായിട്ട് ഒരുപാട് കാഴ്ചകളും പ്രകൃതി ഭംഗിയുള്ളൊരു സ്റ്റേ. നിറയെ പുൽമേടൊക്കെ ആയിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ബേഡ്സിനെ സ്പോട്ട് ചെയ്യാൻ പറ്റും. ആനിമൽസൊക്കെ കാണുവാണെങ്കിൽ തന്നെ നമുക്ക് നന്നായിട്ട് വളരെ അടുത്തായിട്ട് സേഫായിട്ട് നമുക്ക് വിഷ്വൽസ് എടുക്കാൻ പറ്റും, കാഴ്ചകൾ കാണാൻ പറ്റും. അടിപൊളിയാണ്. അതെ, കാട്ടുപോത്തിൻ്റെ കൂട്ടവും മ്ലാവൊക്കെ അതെ ആ പുൽമേട്ടിലോട്ട് ഇറങ്ങിയിട്ടുണ്ടേ. സന്ധ്യ ആയപ്പോൾ എന്തായാലും പോത്തിനെ കാത്തുനിന്ന് നമുക്ക് കിട്ടിയത് ഇതാ മ്ലാവിൻ്റെ ഒരു കൂട്ടമാണേ. അതിൽ വളരെ കറുത്തിട്ടൊരു മ്ലാവിനെ കണ്ടു. ആദ്യമായിട്ട് ഇത്രയും കറുത്തിട്ട് ഒരു മ്ലാവിനെ കാണുന്നത്. നമ്മൾ ലെപ്പേഡിലൊക്കെ മെലനിസ്റ്റിക് ആയിട്ടുള്ള ലെപ്പേഡ് നമ്മുടെ ബ്ലാക്ക് പാന്തർ എന്ന് പറഞ്ഞ പോലെ ഇതാ മ്ലാവിൻ്റെ കൂട്ടത്തിൽ ഒരു ബ്ലാക്ക് മ്ലാവ്. അപ്പോൾ മ്ലാവുകളിൽ ഇതുപോലെ കളർ വ്യത്യാസം വരാൻ എന്താ കാരണം എന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റേയോട് ചേർന്നിട്ട് വാഷ്റൂം ഇല്ലയെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതുണ്ടോ, ഇങ്ങനെ വാഷ്റൂം കോമൺ ആയിട്ടാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ പോർട്ടബിൾ ആയിട്ടുള്ള 2 വാഷ്റൂമുകളാണ് കൊടുത്തിട്ടുള്ളത്, ടോയ്ലറ്റ് സൗകര്യം. പിന്നെ ഇതാണ് നമ്മുടെ കിച്ചൺ. കിച്ചണിലേക്ക് നമ്മുടെ ഡിന്നർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഡിന്നറിന് ചേട്ടന്മാർ ചിക്കൻ കറിയും ചപ്പാത്തിയാണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ചിക്കൻ കറിക്കുള്ള എല്ലാ വയറ്റുന്നൊക്കെ ഉണ്ട്. ഇവിടെ മാവ് കുഴയ്ക്കുന്നു ഒരാൾ. രാത്രി ആയപ്പോഴത്തേക്ക് തണുപ്പങ്ങ് മൂത്ത് വരുവാണേ. അപ്പോഴത്തേക്ക് തീയുടെ ചോട്ടിലേക്ക് തീ കായാൻ വേണ്ടി നമ്മൾ ചെറുപ്പത്തിലൊക്കെ അടുപ്പം മുട്ടി പോയിരിക്കുന്ന പോലെ ഇരിക്കുകയാണ് എല്ലാവരും കൂടെ. ചിക്കൻ കറിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ചപ്പാത്തി ഒരു സൈഡ് റെഡി ആവുന്നു. നമ്മളിരുന്ന് തീ കായുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഡൈനിങ് സെറ്റപ്പ്. ഇപ്പോൾ നമ്മൾ ഒരു 8:30 ആയപ്പോഴത്തേക്കും ചപ്പാത്തിയും ചിക്കൻ കറിയാണ് നമ്മുടെ ഡിന്നറിനുള്ളത്. നമ്മളെല്ലാവരും ഇവിടെ ഇരുന്നിട്ടാണ് ഡിന്നർ കഴിക്കുന്നത്. അപ്പോൾ ചൂട് പോകുന്നതിന് മുന്നേ നമുക്ക് നമ്മുടെ ചിക്കൻ കറിയും ചപ്പാത്തിയും അങ്ങ് അടിച്ചേക്കാം. ഗുഡ് മോർണിംഗ്. നല്ല തണുപ്പുണ്ട്, അതുപോലെ തന്നെ കോടയുണ്ട്. ഇപ്പോൾ രാവിലെ നമ്മൾ സൺറൈസ് വ്യൂ പോയിന്റിലേക്ക് പോവുകയാണ്. ചെറിയൊരു ഷോർട്ട് ട്രക്കിംഗ് ആണ്. സൺറൈസ് നമുക്ക് ഇവിടെ വന്നിട്ട് പഴത്തോട്ടത്തിലെ ഈ വ്യൂ പോയിന്റ് എന്നിട്ട് കാണുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അടിപൊളി ഒരു വൈബ് തന്നെയാണ്. ബേഡ്സിൻ്റെയൊക്കെ ആക്ടിവിറ്റീസ് തുടങ്ങിയിട്ടുണ്ട്. കാട്ടുപോത്തുകളെയൊന്നും കാണാനില്ല ഇതുവരെ. നമുക്ക് കുറച്ച് മുകളിലോട്ടോടെ കയറി പോയി നോക്കാം. നമ്മുടെ ലോഗ് ഹൗസിൻ്റെ ഓപ്പോസിറ്റിലെ പുൽമേട്ടിലൊക്കെ നല്ല രീതിയിൽ കോട കയറി വരുന്നുണ്ട്. കോട കയറി അതുപോലെ തന്നെ കാറ്റ് വന്ന് ഇതിനെ കൊണ്ടേ കളയുന്നുണ്ട് കേട്ടോ. തെളിയും, വീണ്ടും കോട കയറും. അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറാണ് ഇപ്പോൾ. നല്ല കാറ്റുണ്ട് ഇടയ്ക്ക് കേട്ടോ. നമ്മുടെ സ്റ്റേയുടെ അവിടുന്ന് നമുക്ക് ഈ കുന്ന് കയറി കുറച്ചങ്ങോട്ട് ചെന്നിട്ട് വേണം സൺറൈസ് വ്യൂ പോയിന്റിലെത്താൻ വേണ്ടിയിട്ട്. എന്തായാലും നമ്മൾ സൺറൈസ് വ്യൂ പോയിന്റിലോട്ട് നടന്ന് തുടങ്ങിയപ്പോൾ തന്നെ നമുക്കൊരു കാട്ടുപോത്തിൻ്റെ വിഷ്വൽ കിട്ടി. ആളെവിടെ എവിടെയോ കിടക്കുമായിരുന്നു. നമ്മളെ കണ്ടപ്പോൾ എണീറ്റ് രാവിലെ തീറ്റ തിന്നാനായിട്ട് ആ പുൽമേട്ടിലോട്ട് ഇറങ്ങി പോയേ. കുറച്ച് ദൂരം അധികം നമ്മുടെ മുന്നിക്കൂടെ തന്നെ നടന്നു പോകുന്നൊരു വിഷ്വൽ നമുക്ക് കാണാൻ പറ്റി. എന്തായാലും അടിപൊളിയാണ്. അപ്പോൾ അവിടെ നിന്നിട്ടാണ് നമ്മുടെ ഇന്നത്തെ സൺറൈസ് നമ്മൾ കാണാൻ പോകുന്നത്. അധിക ദൂരം നടക്കാതെ തന്നെ നമുക്ക് ഈ ക്ലൗഡ് ബെഡ്സ് ഒക്കെയുള്ള വ്യൂ പോയിന്റിലേക്ക് എത്തിച്ചേരാനാവും. ഇത് ഫോറസ്റ്റിനുള്ളിൽ ആയതുകൊണ്ട് തന്നെ ഈ പഴത്തോട്ടം ലോഗ് ഹൗസ് സ്റ്റേ എടുത്തവർക്കോ അല്ലെങ്കിൽ ഇവിടുത്തെ ഷോർട്ട് ട്രക്കിംഗ് എടുക്കുന്നവർക്കോ മാത്രമേ വ്യൂ പോയിന്റിലേക്ക് എത്തിച്ചേരാനാവുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ വട്ടവടയിലേക്കൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അടുത്തൊക്കെ ഉള്ള സ്റ്റേ ആണെങ്കിൽ നിങ്ങൾ രാവിലെ ഒരു 6 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇങ്ങോട്ടേക്ക് നേരിട്ട് വന്നാൽ നിങ്ങൾക്ക് ഈ ഒരു വ്യൂ പോയിന്റിലേക്ക് അവർ കൊണ്ടുപോകും കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ചെയ്ത പോലെ തന്നെ പഴത്തോട്ടം ലോഗ് ഹൗസിന് സ്റ്റേ എടുക്കുക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കോംപ്ലിമെൻ്ററി ആയിട്ട് നമുക്ക് രാവിലെ ഈ ഷോർട്ട് ട്രക്കിംഗ് പ്രോഗ്രാം ഉണ്ട്. നമ്മുടെ മുന്നിൽ നിന്ന് സൺറൈസ് ഉണ്ടോ, സൂര്യൻ ഉദിച്ച് വരുന്ന കാഴ്ച നോക്കി.
ഈ വട്ടവടയിലെ തന്നെ ഏറ്റവും ആദ്യത്തെ സൺറൈസ് നമുക്കാണ് കിട്ടുന്നതെന്ന് പറയാം. ഇതിൻ്റെ താഴെയാണ് വട്ടവടയിലുള്ള ഗ്രാമങ്ങൾ, കൊവിലൂറും അങ്ങനെയുള്ള ഗ്രാമങ്ങളൊക്കെ ഉള്ളത്. നമുക്ക് ആ മേഘപടലങ്ങൾക്ക് താഴെ കാണാൻ സാധിക്കും ഗ്രാമങ്ങളെല്ലാം. അപ്പോൾ നമ്മുടെ ഇവിടെ ഈ സൂര്യരശ്മികൾ വന്നതിന് ശേഷമാണ് താഴേക്ക് ആ രശ്മികൾ പോവുക. അതുകൊണ്ട് തന്നെ നമുക്ക് തർപ്പിച്ച് പറയാം, ഇവിടുത്തെ ആദ്യത്തെ സൺറൈസ് ആസ്വദിക്കുന്നതേ നമ്മളാണ്. അപ്പോൾ എങ്ങനെയുണ്ട് വട്ടവട പഴത്തോട്ടത്തിലെ സൺറൈസ് വ്യൂ പോയിൻറ്റും അവിടുത്തെ കാഴ്ചകളൊക്കെ? ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ സ്റ്റേയിലേക്ക് ചെന്നിട്ട് നമുക്ക് ഒരു ട്രക്കിംഗ് എടുക്കാനുണ്ട്, പഴത്തോട്ടം ട്രക്കിങ്. മോർണിംഗ് ലൈറ്റിൽ നമ്മുടെ സ്റ്റേയുടെ ഭംഗി നോക്കിയേ. കാണുന്ന പോലെ അല്ല കേട്ടോ, രാവിലെ നല്ല തണുപ്പുണ്ട്. അപ്പോൾ രാവിലത്തെ ഈ സൂര്യപ്രകാശമൊക്കെ അടിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ആ വെയിലത്തിറങ്ങിയിരിക്കാൻ ഒരു പ്രത്യേക ഫീലാണ്. ഇപ്പോൾ നമുക്ക് ഈ പാട്ടൊക്കെ കേട്ട് ഈ ഒരു വൈബിലിരിക്കുക എന്ന് പറഞ്ഞാൽ വേറൊരു ഫീൽ തന്നെയാണ്. പിന്നെ രാവിലെ ആയിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പക്ഷികളുണ്ട് കേട്ടോ നമുക്കിവിടെ കാണാൻ കിട്ടുന്നത്. ഇത് നമ്മുടെ ഈ മുന്നിൽ കാണുന്നത് പൈഡ് ബുഷ് ചാറ്റ്, മലയാളത്തിൽ ചുറ്റീന്തൽ കിളി എന്ന് പറയും. അതിൻ്റെ ഈ ബ്ലാക്ക് കളറിലുള്ളത് മെയിലും ഈ പറഞ്ഞാൽ ഇത്തിരി ചാര കളർന്നിട്ടുള്ള കളറിലുള്ളത് ഫീമെയിലുമാണ്. അപ്പോൾ ഏകദേശം ഒരു 9 മണി സമയമായപ്പോഴത്തേക്കും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കപ്പിൾ അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു തുടങ്ങി. ഇത് പുട്ടും കടലയാണ് കേട്ടോ. അപ്പോൾ നമ്മളും കഴിച്ചിട്ട് ഇനി ട്രക്കിങ്ങിന് പോകണം. ട്രക്കിങ്ങിന് പോകാൻ ഇത്തിരി ലേറ്റായി, വെയിലൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ചെറിയ പക്ഷികളെ പിടിക്കാനായിട്ട് രാവിലെ തന്നെ ഇരപിടിയന്മാരും ഇറങ്ങിയിട്ടുണ്ട്. കോമൺ കെസ്ട്രൽ എന്നറിയപ്പെടുന്ന മലയാളത്തിലെ വെറയൻ പുല്ല് ഇത് ഇവിടെ നമ്മുടെ മുന്നിൽ വന്ന കമ്പിവേലി ഇരിപ്പുണ്ട്. ചെറിയ പക്ഷികളെ പിടിക്കുക എന്നുള്ളതിനെയാണ് അവൻ്റെ ഉദ്ദേശം. അവനെ കൂടാതെ ഒട്ടനവധി പക്ഷികളുണ്ട് കേട്ടോ. അപ്പോൾ പക്ഷികളെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക്, അത് പക്ഷി നിരീക്ഷണമൊക്കെ താല്പര്യമുള്ളവർക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷൻ തന്നെയാണിത്. അപ്പം പഴത്തോട്ടം ലോഗോസിൻ്റെ ഫുൾ ഇൻചാർജ് ആയിട്ടുള്ള ഇതാ നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഗിരീഷ് സാറാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ അദ്ദേഹം ഇവിടുത്തെ കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ അടുത്ത് സംസാരിക്കും. 1976 ഒരു വാറ്റിൽ പ്ലാന്റേഷൻ ഏരിയ ആയിരുന്നു. പിന്നീട് നാഷണൽ പാർക്ക് ആക്കിയതിനൊക്കെ ശേഷം ആ വാറ്റിലൊന്നും എക്സ്ട്രാക്ഷൻ നടക്കാതെയും അതങ്ങനെ തന്നെ നിൽക്കുകയായിരുന്നു. അവരുടെ പരിസ്ഥിതിക്ക് വളരെ ദോഷം ചെയ്യുന്ന ഒരു വൃക്ഷമായിരുന്നു ഈ വാറ്റിലെന്ന് പറയുന്നത്. പിന്നീട് 2019 നമുക്കൊരു ഫയർ ഉണ്ടായി. ഇവിടുത്തെ കുറേ വാറ്റിൽ കത്തിപ്പോയപ്പോൾ ഈ ദുഷ്ടനെ പന പോലെ വളർത്തും എന്ന ഒരു കൺസെപ്റ്റ് പോലെ തന്നെ കത്തിപ്പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ സീഡ്സ് വളരെ പെട്ടെന്ന് മുളച്ചു വരികയും ഇവിടെ എല്ലാം വീണ്ടും മുമ്പുണ്ടതിനേക്കാൾ കൂടുതൽ വാറ്റിൽ തൈകൾ വളരുകയും ചെയ്തു. അപ്പം അത് നമുക്കൊന്ന് മാറ്റണമെന്നൊരു തോന്നി ഞങ്ങളുടെ സ്റ്റാഫും വാച്ചേഴ്സിനും തോന്നിയതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ ഇവിടെ എന്ത് ചെയ്തു, ചെറിയൊരു ഏരിയ ഒരു പുൽമേടാക്കി സൃഷ്ടിച്ചു. ഇത് നമ്മുടെ ഹയർ ഒഫീഷ്യൽസ് എല്ലാം കണ്ടു, അവർക്കെല്ലാം ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമുക്ക് UNDPയുടെ IHRML എന്ന് പറഞ്ഞ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഒരു 50 ഹെക്ടർ ഏരിയ നമുക്ക് റീസ്റ്റോർ ചെയ്യാനായിട്ട് ഉള്ള ഫണ്ട് കാര്യങ്ങളെല്ലാം അനുവദിച്ചു. അങ്ങനെയാണ് നമ്മൾ നാട്ടുകാരെ 90% നമ്മൾ ഇവിടെ നാട്ടുകാരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു റീസ്റ്റോറേഷൻ പ്രോജക്റ്റ് ഉപയോഗിച്ചിട്ടുള്ളത്. തദ്ദേശീയരായിട്ടുള്ള ജനങ്ങൾക്കും ആദിവാസികൾക്കും ജോലി കൊടുക്കുന്നതിനും അവർക്ക് വേതനം കൊടുക്കുന്നതിനുമാണ് നമ്മളിവിടുത്തെ ഭൂരിഭാഗവും കിട്ടിയ പൈസകൾ ഫുൾ ചിലവഴിക്കുന്നുണ്ട്. അപ്പം നമ്മൾ അറിയാൻ കഴിഞ്ഞതെന്ന് വെച്ചാൽ 32 സ്പീഷീസ് പുല്ലുകൾ നിലവിൽ ഇപ്പോൾ ഇവിടെ ഉണ്ടെന്നാണ്. നമ്മൾ 2 വെച്ചെങ്കിലും ബാക്കിയെല്ലാം തിരിച്ചു വരാനുള്ള അവസരം നമുക്കുണ്ടാകും. കൂടാതെ ഇവിടുത്തെ നീർച്ചാലുണ്ടായി. ഈ ഒരു പുൽമേടെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം സംഭരിച്ച് വെക്കുന്നതിൻ്റെ വലിയൊരു പങ്കാളിയാണ് പുൽമേടുകൾ എന്ന് പറയുന്നത്. പുൽമേട് വന്നപ്പോഴത്തേക്കും ഇവിടെ ചെറിയൊരു നീർച്ചാലുണ്ടായി. ഈ വട്ടവട പ്രദേശത്തെയൊക്കെ പഴത്തോട്ടം പ്രദേശത്തെയൊക്കെ ജലലഭ്യതയ്ക്ക് മാറ്റങ്ങളുണ്ടായി. നമ്മുടെ പ്രൊജക്റ്റിൻ്റെ അവസാന കാലത്തോളം ഇത് സസ്റ്റെയിൻ ചെയ്യണം. ഈ ഒരു റീസ്റ്റോറേഷൻ എന്ന് പറയുന്ന പ്രവൃത്തി സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ ചെറിയ തോതിൽ ടൂറിസം ആരംഭിക്കുന്നത്. ആദ്യം ഒരു ട്രക്കിങ്ങിൽ ആരംഭിച്ച് പിന്നെ ഞങ്ങൾ 1-2 സ്ട്രക്ചേഴ്സ്, ഫ്രെയിം, ലോഗോസ്, പിന്നെ ഒരു ജംഗിൾ ടെൻറ്റ്, അങ്ങനെ 4 റൂമുകൾ അടങ്ങുന്ന ഒരു ചെറിയ അക്കോമഡേഷൻ സംവിധാനം ഒരുക്കി. മിനിമലായിട്ടുള്ള സൗകര്യങ്ങളാണ് നിലവിലൂടെ ഉള്ളത്. ഇവിടെ വരുന്നവർ, കാടിനെ ഇഷ്ടപ്പെടുന്നവർക്ക് കാടിനെ അടുത്തറിയാനും ഇവിടുത്തെ എന്തുകൊണ്ട് നമ്മളിത് പുൽമേടാക്കി മാറ്റിയെന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കാനും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അസൗകര്യങ്ങളൊക്കെ ചിലപ്പം അവർ മറന്നെന്ന് വരാം. പക്ഷേ
ചിലർ ഒരുപാട് സൗകര്യങ്ങൾ ആഗ്രഹിക്കുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരുടെയും ഒരു എന്താ ആവശ്യം കണക്കിലെടുത്ത് നമ്മൾ ചെറിയൊരു റിനോവേഷൻ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്താൻ ഒരുങ്ങുകയാണ്. അതായത് ഇവിടെ നമ്മൾ ഇപ്പം നിലവിലുള്ള എ ഫ്രെയിം ലോഗോസിലും പഴത്തോട്ടം ലോഗോസിലും ടോയ്ലറ്റ് അറ്റാച്ച്ഡ് അല്ലായിരുന്നു. അപ്പോൾ അതിൽ നമുക്കൊരു ടോയ്ലറ്റ് സംവിധാനം ഉണ്ടാക്കാനുള്ളത് സംവിധാനമുണ്ട്. പിന്നെ നിലവിൽ നമ്മൾ ഒരു താൽക്കാലിക കിച്ചണിലാണ് ഇതെല്ലാം പ്രവർത്തിക്കുന്നത്. അത് മാറി പുതിയൊരു കിച്ചൺ വരുന്നു. ഒപ്പം നടപ്പാതകൾ വരുന്നു, സോളാർ ലൈറ്റുകൾ വരുന്നു. അങ്ങനെ സഞ്ചാരികളെ ആകർഷിക്കാനും വേണ്ടിയിട്ടുള്ള കുറേയധികം പദ്ധതികൾ നമ്മളിപ്പം ആവിഷ്കരിക്കുന്നുണ്ട്. മാവ്, കാട്ടുപോത്ത്, ദാറ്റ് മീൻസ് വൈൽഡ് ഗോർ, അവയാണ് രണ്ടെണ്ണം മെയിനായിട്ട് കാണുന്നത്. അത് കൂടാതെ തന്നെ കേഴമാനുണ്ട്. രാത്രി കാലങ്ങളിൽ ചില സമയങ്ങളിൽ സിവറ്റിനെ കാണാറുണ്ട്. പിന്നെ ലെപ്പേർഡ് ക്യാറ്റുണ്ട്, വൈൽഡ് ക്യാറ്റുണ്ട്. ടൈഗറിൻ്റെ ഒക്കെ പ്രസൻസ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് നേരിട്ട് ഒരു സൈറ്റിംഗ് എന്നുള്ള തരത്തിലേക്ക് ഇതുവരെ അങ്ങനെ കണ്ടില്ല. രാത്രി കാലങ്ങളിലൊക്കെ വന്നു പോകാറുണ്ട്. ആ സമയം ആന വരാറുണ്ട്. ആന വിസിറ്ററാണ്. ഇവിടെ കണ്ടിന്യൂസ് ഇവിടെ ആനയില്ല. ഈ ലെപ്പേർഡ് ക്യാറ്റ് എന്ന് ഉദ്ദേശിച്ചത് ലെപ്പേർഡ് ക്യാറ്റ് എന്ന് പറയുന്ന ഒരു ജീവിയുണ്ട് നമ്മുടെ ലെപ്പേർഡിനെക്കാട്ട് ചെറുത ഒരു ജീവിയുണ്ട് ലെപ്പേർഡ് ക്യാറ്റ് എന്ന് പറയുന്നത്. അതിനെ കുറിച്ച് പറയാം. വൈൽഡ് ക്യാറ്റ് എന്ന് പറയുന്നത് രണ്ട് ആണ്. ജംഗിൾ ക്യാറ്റും ഉണ്ട്, ലെപ്പേർഡ് ക്യാറ്റും ഉണ്ട്. ലെപ്പേർഡ് ക്യാറ്റ് നമ്മുടെ ലെപ്പേർഡിനെ പോലെ തന്നെ ലെപ്പേർഡിന്റെ റോസെറ്റ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. വളരെ ചെറിയ റോസെറ്റ്സ് പുള്ളികളാണുള്ളത്. അതിനെക്കാട്ടി കുറച്ചുകൂടെ വലിപ്പമുള്ള നമ്മുടെ കാമോഫ്ലാഷ് ഒക്കെ ചെയ്ത് കാമോഫ്ലാഷ് പെയിന്റ് ഒക്കെ ചെയ്തേക്കുന്നത് അതേ കണക്ക് ഉള്ള കുറച്ചുകൂടെ വലിയ റോസെറ്റ്സ് പോലുള്ള സാധനങ്ങളാണ് ഇതിനുള്ളത്. വലിപ്പം നന്നേ കുറവായിരിക്കും. നൈറ്റ് ആണ് ആക്റ്റീവ് ആവുന്നത്. നൈറ്റ് ആണ് കൂടുതലും ആക്റ്റീവ് ആവുന്നത്. ഈ ഏരിയയിൽ കാണാറുണ്ടോ? ഈ ഏരിയ കാണാറുണ്ട്. നമ്മൾ അതിന് ഫോട്ടോയും എടുത്തിട്ടുണ്ട്. ജംഗിൾ ക്യാറ്റിന്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഓപ്പൺ ഏരിയയിലേക്ക് വരും. ഇവിടെ ഒരുപാടല്ലാത്ത എലികളും തവളകളൊക്കെ ഉണ്ട്. അപ്പൊ അതിനെ ആഹാരമാക്കാൻ വേണ്ടിയിട്ട് ഇത് സ്ഥിരം ഇവിടെ വരാറുണ്ട്. ഒപ്പം ഇവിടെ ഈ റിസ്റ്റോറേഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു ഔളിന്റെ പ്രസൻസ് ഉണ്ട്. വുഡ് ഔളിന്റെ പ്രസൻസ് ഉണ്ട്. ഇവിടുത്തെ മരത്തിനകത്തിൽ വന്നിരിക്കുകയും ഇവിടുത്തുള്ള ചെറിയ എലിയ പോലത്തുള്ള ജീവികളെ പിടിക്കുകയൊക്കെ ചെയ്യുന്നു. ഇവിടെ ഞാൻ വന്ന സമയത്ത് ഈ പറഞ്ഞ പാറ്റിൽ ചെടികളായിരുന്നു. അപ്പോഴുണ്ടായിരുന്നത് ഇവിടെ ഒരു മൃഗങ്ങൾക്ക് പോലും ഭക്ഷണമില്ല. കാര്യം ഒരു ചെടി നമ്മുടെ എക്കോസിസ്റ്റത്തിന്റെ ഭാഗമാവണമെങ്കിൽ അതൊരു ഭക്ഷ്യശൃംഖലയുടെ ഭാഗമാവണം. ഈ വാറ്റിൽ ആരും കഴിക്കാത്തത് കൊണ്ട് തന്നെ ഈ മൃഗങ്ങളെല്ലാം പുറത്തേക്ക് ഇറങ്ങുകയാണ്. നാട്ടിലേക്ക് ഇറങ്ങുകയും നാട്ടുപോലെ കൃഷി സ്ഥലങ്ങൾ നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. നമുക്ക് ഓരോ വർഷത്തെയും ഈ പറയുന്ന വിളനാശത്തിന്റെ കണക്കുകൾ എടുത്തു കഴിഞ്ഞാൽ അത് വലിയൊരു സംഖ്യയായിരുന്നു. അത് നമ്മൾ പുൽമേടാക്കിയതിന് ശേഷം ഇവിടെ ഹെർബിവോറസ് ആയിട്ടുള്ള ആനിമൽസ് വരാൻ തുടങ്ങി. അതായത് മ്ലാവ് വരാൻ തുടങ്ങി, കാട്ടുപോത്ത് വരാൻ തുടങ്ങി. ഇതെല്ലാം ഇവിടെ വരാൻ തുടങ്ങി. കാട്ടുപോത്ത് എന്ന് പറയുമ്പം ഗോറാണ്. പൊതുവെ എല്ലാവരും കാട്ടുപോത്ത് എന്ന് പറഞ്ഞ് അങ്ങനെ ആയിരിക്കുന്നതാണ്. ആക്ച്വലി അത് വൈൽഡ് ഗോറാണ്. ഇപ്പം പറയുമ്പോൾ കാട്ടുപോത്തന്നെ വായി വരുള്ളൂ. കാട്ടുപോത്ത് വരാൻ തുടങ്ങി. ദെൻ അതിനെ കില്ല് ചെയ്യുന്ന ടൈഗർ വരാൻ തുടങ്ങി. നമുക്കൊരു കില്ല് ഉണ്ടായി. അത് നമ്മുടെ ഒരു എക്കോസിസ്റ്റം തിരിച്ചുവരവായിട്ട് തന്നെയാണ് റെക്കോർഡ് ചെയ്തു. ടൈഗർ കില്ല് റിപ്പോർട്ട് നമ്മൾ ക്യാമറ ട്രാപ്പ് ഉപയോഗിച്ച് അതിൻ്റെ എല്ലാം പടം എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ട്രക്കിങ് തുടങ്ങിയിട്ടുള്ളേ. നമ്മളിങ്ങനെ പുൽമേട്ടിലോട്ട് കയറുവാണ്. മൂന്നാറിലെ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ മാത്രം കാണുന്ന റോഡോഡെൻഡ്രോൺ എന്നുള്ളൊരു ചെടിയാണ് ഇത്. ഇതിലാണെങ്കിൽ ഇപ്പോൾ പൂ വിരിഞ്ഞ് നിൽപ്പുമുണ്ട്. ഈ ട്രക്കിംഗ് പ്രോഗ്രാം പഴത്തോട്ടം ട്രക്കിംഗ് എന്നാണ് അറിയപ്പെടുക. ഇത് നമ്മുടെ സ്റ്റേ പ്രോഗ്രാമിൻ്റെ കൂടെ ഉള്ളതല്ല കേട്ടോ. എക്സ്ട്രാ ആയിട്ട് 300 രൂപ പെർ ഹെഡ് അടച്ചാലാണ് നമുക്ക് ഈ ട്രക്കിങ്ങിന് പോകാനാവുക. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേ പ്രോഗ്രാം ബുക്ക് ചെയ്യാത്തവർക്കും ഈ ട്രക്കിങ്ങിനായിട്ട് വരാൻ പറ്റും കേട്ടോ. നേരെ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി. ഒരു 4 മണിക്കൊക്കെ മുന്നേ വരുന്നവരെയൊക്കെ ട്രക്കിങ്ങിന് ഇവർ കൊണ്ടുപോകാറുണ്ട്. ഈ ട്രക്കിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് ഈ ഒരു മുട്ടക്കുന്നുകളിലൂടെയൊക്കെ കയറി നടന്ന് താഴേക്കുള്ള വ്യൂ എല്ലാം കാണാം. ഭാഗ്യമുള്ളവർക്കാണെങ്കിൽ അനിമൽ സൈറ്റിങ്സ് എല്ലാം കിട്ടുകയും ചെയ്യും. ഒരു ഈസി ട്രക്കിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികളൊക്കെ ആയിട്ട് വരുന്നതിൽ തടസ്സങ്ങളൊന്നുമില്ല, നടക്കാൻ തയ്യാറുള്ളവരാണെങ്കിൽ. നമ്മുടെ സ്റ്റേ പ്രോഗ്രാമിൻ്റെ റേറ്റ് പറഞ്ഞില്ലായിരുന്നല്ലോ. 2 പേർക്ക് ഇവിടെ 3000 രൂപയാണ് നമ്മളെടുത്തിട്ടുള്ള ലോഗ് ഹൗസിന് വരിക. എക്സ്ട്രാ ഓരോരുത്തർക്കും 1000 രൂപ. ബാക്കി ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എ ഫ്രെയിമിൻ്റെയും ടെൻറ്റിൻ്റെയും ഒക്കെ റേറ്റുകൾ. തിരുവനന്തപുരത്ത് നിന്ന് വന്നാണ് ഒരു മിടുക്കൻ ചെക്കൻ കാട് വലിഞ്ഞ് കയറുന്ന നോക്കിയേ. എത്ര മിടുക്കനായിട്ടാന്ന് നോക്കിയേ. നമ്മളെല്ലാം ചാടാൻ നിൽക്കരുത്. മെല്ലെ മെല്ലെ മെല്ലെ.
ട്രക്കിങ്ങിൻ്റെ അവസാന പാത എത്തുമ്പോൾ നമുക്കിതാ വട്ടവടയുടെ ഗ്രാമീണ ഭംഗി നമുക്കൊരു ആകാശ വ്യൂവിൽ നിന്ന് കാണാൻ പറ്റുന്നുണ്ട് ഇവിടുന്ന്. അങ്ങനെ നമ്മൾ ഇതാ ട്രക്കിംഗ് കഴിഞ്ഞ് തിരിച്ചെത്തി. നമ്മുടെ ആ സ്റ്റേയുടെ ചുറ്റിനും ഇഷ്ടം പോലെ ഇതേപോലെ കുഞ്ഞ് ചെടികളും പൂക്കളും ഉണ്ട് കേട്ടോ. വളരെ മനോഹരമാണ്. ഇതിപ്പം നട്ടുച്ചയ്ക്ക് നല്ല കാറ്റൊക്കെ ആയിട്ട് അടിച്ച് വീശുവാണ്. തണുപ്പ് ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഉച്ച സമയമായി ഏകദേശം, എങ്കിലും നല്ല തണുപ്പാണ്. തണുപ്പിന് ഒരു കുറവുമില്ല. ഓക്കെ അപ്പോൾ ബൈ ബൈ ടാറ്റാ. നട്ടുച്ചയ്ക്ക് കോട ഇറങ്ങി വരുന്ന നോക്കിയേ, എന്താ ഭംഗി നോക്കിയേ. കോട ഇങ്ങനെ അടിച്ച് കയറി വരും, കാറ്റ് വേറൊരു വഴി കൂടെ വന്ന് ഇതിനെ അടിച്ച് ദൂരെ കളയും. വീണ്ടും കോട കയറി വരും, വീണ്ടും കാറ്റ്. ഭയങ്കര രസമാണ് കേട്ടോ. അപ്പോൾ പഴത്തോട്ടം ലോഗോസിലെ സ്റ്റേയും ഈ കൊച്ചു ട്രക്കിങ്ങും ഇവിടുത്തെ കാഴ്ചകളും ഒക്കെ ആയിട്ടുള്ള കൊച്ചു വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളും വട്ടവടയിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ പഴത്തോട്ടം നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്ന നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ നല്ല തണുപ്പും നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആയിട്ട് കാടിൻ്റെ ഒരു ആംബിയൻസിൽ താമസിക്കാൻ പറ്റുന്നൊരു കിടിലൻ സ്റ്റേ തന്നെ. അപ്പോൾ നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.